സനട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഇൻതാലു ആണ്. അപ്പോൾ ബീഫ് ഇൻതാലു എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. ഈ ബീഫ് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് ഒരു ഓവർനൈറ്റ് ഫുള്ള് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മീറ്റ് കുറച്ചുകൂടി ടെൻഡറും ആവും, അതേപോലെ കുറച്ചുകൂടിയും ആ ഒരു ഫ്ലേവർ എല്ലാം മീറ്റിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ആ ഒരു ഡിഷിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലോ സാധാ വെജിറ്റബിൾ ഓയിലോ ഏതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് ഒനിയനാണ് എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക്. നമ്മൾ ഈ ഒരു ഡിഷ് കുറച്ച് എരിവുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ 2 പച്ചമുളക് നടുക്ക് കീറിയതാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ. നമ്മൾ ബീഫിൻ്റെ എല്ലാം ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുക. ബ്രൗൺ ഷുഗർ യൂസ് ചെയ്താൽ കുറച്ചുകൂടി ആ ഒരു ക്യാരമലായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടും. അതെല്ലാം നിങ്ങളിൽ സാധാ ഷുഗറാണ് ഉള്ളെങ്കിൽ അതും യൂസ് ചെയ്യാം, 1 ടേബിൾ സ്പൂൺ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 1 ടീസ്പൂൺ കുമിൻ പൗഡറാണ്, ടർമറിക് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുമിൻ പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയൻഡർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനം ഈ ബീഫ് ഇൻതാലിന് വേണ്ട പേസ്റ്റാണ്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 4 ഉണക്കമുളക്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ഇഞ്ചി വലുപ്പം നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി അല്ലി. പിന്നെ നമുക്ക് വേണ്ടത് വിനീഗർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡിഷ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻതാലുവിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി എടുക്കാം. ആ പേസ്റ്റ് ഉണ്ടാക്കി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 4 ഉണക്കമുളക്. ഇത്ര സാധനം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അതിന് സ്മെല്ലൊക്കെ വരുന്നത് വരെ, നമുക്കൊന്ന് പൊടിക്കാനൊക്കെ എളുപ്പത്തിന് ഒന്ന് സ്മെല്ല് വരുന്നത് വരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചൂടാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു സൈഡിൽ ഇതൊക്കെ ഒന്ന് അത്യാവശ്യം ചൂടായി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൂടാക്കി വെച്ചിട്ടുള്ളതും അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പം ഞാൻ അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ മറ്റേതിന് വെജിറ്റബിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം ഒരു ഗോൾഡൻ കളർ ഒക്കെ ആവുന്ന വഴണ്ട് കിട്ടുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കുക. ഈ സവാളയൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗണായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഗ്രീൻ ചില്ലി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി 1 മിനിറ്റോളം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നതിന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടി,
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ എല്ലാ സ്പൈസസും സ്പൈസസൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണിത്. അങ്ങനത്തെ കുത്തുമസാല യൂസ് ചെയ്ത കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് സാധാ മീറ്റ് മസാലയാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല യൂസ് ചെയ്യാം. അപ്പോൾ അത് 1.5 ടീസ്പൂൺ മീറ്റ് മസാല യൂസ് ചെയ്യുക. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നല്ല ഫ്ലേവറൊക്കെ ഉള്ള മസാലയാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെയും ആ ഒരു പച്ചമണം മാറുന്നവരെ ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റോളം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബീഫ് വിന്താലു പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതുപോലെ തന്നെ 1 മിനിറ്റോളം ഏകദേശം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത ബീഫ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറ്. ഇത് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇത് ഒരു മീഡിയം തീയിൽ വെച്ച് ഇത് ഇളക്കി ഇതിൻ്റെ കോട്ടിങ് എല്ലായിടത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഏകദേശം 4-5 മിനിറ്റോളം ബീഫ് നന്നായിട്ട് മീഡിയം തീയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം ആഡ് കഴിഞ്ഞിട്ട് തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്കർ നമ്മൾ അടച്ചു വെച്ച് ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ തീ മീഡിയത്തിലേക്ക് മാറ്റുക, മീഡിയം ടു ലോയിലേക്ക് മാറ്റുക. അതിനുശേഷം 5 വിസിലൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീറ്റ് അത്യാവശ്യം നല്ല വെന്ത് ടെൻഡറായിട്ടുണ്ടാവും. മീറ്റിന്റെ വേവ് നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റ് അനുസരിച്ചിട്ടായിരിക്കും. ഇത് ഏകദേശം 5 വിസിൽ, ഫസ്റ്റ് വിസിൽ വന്ന ശേഷം തീ മീഡിയം ടു ലോയിൽ വെച്ച് 5 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം ആകെ 6 വിസിലായിട്ടുണ്ട്. ഒരു വിസില് ഹൈ ഫ്ലെയിമിലും ബാക്കി 5 വിസില് മീഡിയം ടു ലോ ഫ്ലെയിമിലും ആക്കി എടുത്തതാണിത്. ഇപ്പം നമ്മുടെ മീറ്റ് പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നന്നായിട്ട് ഗ്രേവിയെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്രേവി നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മുടെ ബീഫിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ബ്രൗൺ ഷുഗർ, ഇതിൻ്റെ ആ സ്പൈസൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനീഗർ നമ്മൾ എടുത്ത് വെച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. ആ ഗ്രേവിയും എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കിത് സെർവ് ചെയ്യാം.